അല്ലാഹുവിന്റെ പ്രവാചകൻ മൂന്നാമതായി പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, നന്മ ഉപദേശിക്കുകയും തിന്മ കണ്ടാ തിരുത്തുന്നവനുണ്ടല്ലോ, അവന് ഫിർദൗസിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നന്മ ഉപദേശിക്കുക, തിന്മ കണ്ടാ തിരുത്തുക, അവൻ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നന്മ ഉപദേശിക്കണം, തെറ്റ് കണ്ട. പടച്ചവനെ, ചില ആൾക്കാർ തെറ്റ് ചെയ്യും. ഉപദേശിക്കാൻ എല്ലാവർക്കും ആയിരുന്നാവാ ഉപദേശം, അതൊരു വല്ലാത്തതാ. ചിലർക്ക് ഉപദേശം അവന്റെ ജീവിതത്തിലുണ്ടോ അതൊന്നും ആരും നോക്കാറില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, വാപ്പ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുക. നിങ്ങൾ ചിന്തിക്ക്, അള്ളാന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന വാപ്പ കട്ടൻ വീടിയും വലിച്ചുകൊണ്ട് വീടിന്റെ മുന്നിൽ ഇരിക്കുക. ബാങ്ക് വിളിക്കുമ്പോ മകനെ വിളിച്ച് പറയും, മോനെ ബാങ്ക് വിളിച്ച് പള്ളിയിൽ പോടാം. ഈ വാപ്പായ്ക്ക് ഒരു ഗുരുവും ഇല്ല, ഒരു അസുഖവും ഇല്ല, ഇരിക്കുക. സത്യത്തിൽ വാപ്പ എന്ന് പറഞ്ഞാൽ വാപ്പ കുളിച്ചൊരുങ്ങി മുന്നിൽ പോണം, മകനെ പുറകെ കൊണ്ടുപോകണം, ഇതാണ് മര്യാദ. എന്നാ വീട്ടിൽ ഇരുന്നിട്ട് മോനോട് പറയും നീ പള്ളിയിൽ പോടാം. ഉമ്മ മഗ്രിബിന്റെ സമയത്ത് ടിവിയുടെ ഫ്രണ്ടിലിരിക്കുക, സീരിയൽ കണ്ടോണ്ടിരിക്കുക. അപ്പോഴാ ബാങ്ക് വിളിക്കുന്നത്. ഉടനെ മോളെ വിളിച്ചിട്ട് പറയും, സ്വലാത്ത് പറ, യാസീൻ ഓത്, നിസ്കരിക്ക്. ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക, പെറ്റ് കിടക്കുക ഞാനിവിടെ. എന്ത് ന്യായോ മനുഷ്യന്മാര്, ഇതെന്ത് ന്യായമാ? ഞാൻ ചോദിക്കട്ടെ, ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പഠിക്കണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ഉമ്മ ഒരു പയ്യനെയും കൊണ്ടുവന്നു. ഒരു ചെറിയ മകന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുവന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് പറഞ്ഞു, നബിയെ, മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്നു, ആരും പറഞ്ഞിട്ട് ഇവൻ അനുസരിക്കുന്നില്ല, നിങ്ങളൊന്ന് പറ നബിയെ, എന്റെ മോൻ അനുസരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ മോനെ ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ. ഉമ്മ മകനെയും കൊണ്ട് പിരിഞ്ഞു പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വലിയ പ്രതീക്ഷയോടുകൂടി വരിക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ പയ്യനെ അടുത്ത് പിടിച്ചിട്ട് പറഞ്ഞു, മോനെടാ, മധുരം അധികമായിട്ട് തിന്നരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. ഈ ഉമ്മ നബിയോട് ചോദിച്ചു, ഇത് പറയാനാ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞൂടെ? ഇത് പറയാനാണ് നബിയെ ഒരാഴ്ച എടുത്തത്, അന്നേ പറഞ്ഞുകൂടായിരുന്നു? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ ഒരു മറുപടിയുണ്ട്, ഉമ്മാ, മധുരം അധികമായിട്ട് ഞാൻ കഴിക്കും, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ നന്നാവ്, എന്നിട്ട് മക്കളെ നന്നാക്കാൻ നിൽക്കും. ആദ്യം നീ വാപ്പയായിട്ട് നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു വാപ്പയായി നീ മാറ്. ഉമ്മ നിന്റെ മക്കൾക്ക് മാതൃകയാകുന്ന ഒരു ഉമ്മയായി മാറ്, എങ്കിലും നിന്റെ മക്കൾ നന്നാകും. അല്ലാതെ നിന്നെ കണ്ടുപഠിച്ച മക്കള് കണ്ടവന്റെ കൂടെ ഓടുമ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എവന്റെയെങ്കിലും കൂടെ ഇറങ്ങി പോകുമ്പോ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, മക്കളെ തല്ലുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മക്കളെ തല്ലുന്നതിന് വേണ്ടി, മക്കളെ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടി, മക്കളെ മര്യാദ പഠിപ്പിക്കാൻ വീട്ടിൽ ഒരു വടിയുണ്ടോ, ആ വീട്ടിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ വാപ്പ തരേണ്ട സമയത്ത് തന്നതുകൊണ്ടൊക്കെ നമ്മൾ നന്നായി. ഇന്ന് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് ഇപ്പൊ ഇരുന്ന് മോങ്ങുകയാ പല വാപ്പമാരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കണ്ടില്ലേ, തലശ്ശേരിയിൽ ഒരു പ്രിയപ്പെട്ട പെണ്ണ് അള്ളാഹുവെ പടച്ചവനെ ഇറങ്ങി പോകുമ്പോ ഒരാള് കടന്നിട്ട് വിളിക്കാ, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ഈ വിളി എത്ര അന്ന് വിളിക്കുന്നതിന് മുമ്പ് കണ്ടു വിളിച്ചാൽ മതിയായിരുന്നു. മോളെ റാഹില പോകല്ലേ എന്ന് കിടന്ന് യാചിക്കുന്ന ഒരു കാഴ്ച. എനിക്കത് കണ്ടപ്പോ ഓർമ്മ വന്നത് ഖുർആനിലെ ഒരു വാക്കാ. അതിങ്ങനെ വാട്സപ്പിലൂടെ ഒക്കെ പടരുന്നൊരു വീഡിയോ. മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തിയിട്ട് കണ്ടവന്റെ കൂടെ ഒളിച്ചോടുന്നു. ഇപ്പൊ നമ്മുടെ പെമ്മക്കളൊക്കെ വിചാരിക്കണത് പ്രേമിക്കുന്നവൻ പറഞ്ഞു കൊടുക്കും. എന്തേ പറഞ്ഞു കൊടുക്കണത്? അതെ, ഒരെണ്ണം വയറ്റത്തും തോളത്തും വെച്ചുകൊണ്ട് പോയാൽ നിന്റെ വീട്ടുകാരങ്ങ് കയറ്റുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം ഉണ്ട്. നമ്മൾ മക്കളുമായിട്ട് തിരിച്ചു വീട്ടിൽ പോയാൽ നിന്റെ വാപ്പ കയറ്റും. നമ്മുടെ മക്കൾക്കറിയാം ഭയങ്കര സ്നേഹമായതുകൊണ്ട് കയറ്റുമെന്ന്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവര് കേട്ടോ, മക്കളെ നല്ല രീതിയിൽ പോറ്റി വളർത്തി നല്ല നിലയിലാക്കിയിട്ടും തലതിരിഞ്ഞു പോയാ പിന്നെ ഇതുങ്ങളെ ഒന്നും നോക്കരുത്. ആ മനുഷ്യൻ കിടന്ന് മോളെ റാഹില പോകല്ലേ എന്ന് വിളിക്കുന്ന വീഡിയോ കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് 950 വർഷക്കാലം പടച്ചവന്റെ ദീനിനു വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രവാ. പടച്ചവനെ 950 വർഷം ദഅവത്ത് നടത്തിയിട്ട് 73 പേരാ മുസ്ലിമായ. സ്വന്തം പെണ്ണുപിള്ള പോലും മുസ്ലിമായില്ല. സങ്കടം കാരണം അള്ളാഹിനോട് പറഞ്ഞു, ഇവന്മാരൊന്നും വെച്ചേക്കല്ലേ പടച്ചവനെ. തൂഫാൻ എന്ന് പറയുന്ന ജലപ്രളയത്തിൽ എല്ലാവരും മുങ്ങിച്ചാകുകയാ. തന്റെ പൊന്നുമോന് കണ്ണിന്റെ മുന്നിൽ കിടന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോ ആ വാപ്പ വിളിച്ച വിളിയാ, യാ ബുനയ്യ, ഏ പൊന്നുമോനെ. ആ വാപ്പ വിളിച്ച വാക്ക് യാ ബുനയ്യ, ഏ പൊന്നുമോനെ.
ഇർക്കബു മഅന, ഒന്ന് കേറടാ. ഈ മനുഷ്യൻ വിളിച്ചു, മോളെ റാഹില പോകല്ലേ, മോളെ റാഹില പോകല്ലേ. ആ വാപ്പ പറഞ്ഞു, യാ ബുനയ്യ ഇർക്കബു മഅന, മോനെ രക്ഷപ്പെടില്ലടാ, വാപ്പാടെ കൂടെ കയറി. ഇല്ല വാപ്പ, അതുകൊണ്ട് ആ കാണുന്ന മലയുടെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും. അവസാനം പൊന്നുമോൻ വെള്ളത്തിനകത്ത് ചത്തു മലന്ന് കിടന്നപ്പോ ആ വാപ്പ കരഞ്ഞു. സ്വന്തം മോള് ഏതെങ്കിലും ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോയ വാപ്പയും ഉമ്മയിരുന്നും കരയ്യ. ആ കരയുന്ന വാപ്പയോട് ഖുർആൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സ്വന്തം മോന് കാഫിറായിട്ട് ചത്തു കിടന്നപ്പോ കരഞ്ഞ നൂഹ് നബിയോട് ജിബ്രീൽ വന്നിട്ട് ഓതിക്കൊടുത്തു, നബിയെ വലൈസ മിൻ അഹ്ലി, കരയല്ലേ, ഇവൻ നിങ്ങളുടെ കുടുംബത്തിൽ പിറന്നവനല്ല നബിയെ, ഇവൻ അങ്ങയുടെ കുടുംബത്തിൽ പിറന്നവനല്ല, കരയല്ലേ എന്ന് പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പോയത് പോയി വാപ്പ, ഛർദ്ദിച്ചത് വാരി തിന്നരുത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, നന്മ ഉപദേശിക്ക്, തെറ്റ് കണ്ടാ തിരുത്തണം. തെറ്റ് കണ്ടാ തിരുത്തണം. തെറ്റ് കണ്ടാ തിരുത്തി കൊടുക്കാത്തവന് വല്ലാത്ത അദാബ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കാണുമ്പോൾ ഓൻ എന്തെങ്കിലും ചെയ്യട്ടെ, മിണ്ടാതെ നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അത് എത്ര വലിയ പാപമാണെന്നറിയോ? അത് എത്ര വലിയ പാപമാണെന്നറിയോ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചരിത്രം പറഞ്ഞു തരുന്നു. എന്തേ ചരിത്രം? ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അള്ളാഹു പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിച്ചേക്കാൻ, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ പറഞ്ഞു. നശിപ്പിക്കുന്നതിന് വേണ്ടി പോകുമ്പോ ഒരു പയ്യൻ ഇരുന്നിട്ട് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ കുട്ടി ഇരുന്ന് ഫാത്തിഹ ഓതുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, റബ്ബേ, ഒരു പയ്യൻ ഇരുന്ന് ഖുർആൻ ഓതുന്നല്ല, ഒരു പയ്യൻ ഇരുന്ന് ഫാത്തിഹ ഓതുന്നല്ല, ബിസ്മി ഓതുന്നല്ല. അള്ളാഹു പറഞ്ഞു, അവൻ ആ ബിസ്മി ഓതിയതിന്റെ ബർക്കത്ത് കൊണ്ട് ആ നാട്ടുകാർക്ക് മുഴുവനും ഞാൻ ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു. എല്ലാരെയും വെറുതെ വിട്ടേരെ, നീ ഇങ്ങ് തിരിച്ചു വാ. തിരിച്ചു വിളിച്ചു. കുറെ നാളുകൾക്ക് ശേഷം പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഒരു നാട് മുഴുവനും നശിപ്പിക്കാൻ. ജിബ്രീൽ അലൈഹിസ്സലാം നാട് നശിപ്പിക്കാൻ പോയപ്പോ ഒരു ഉസ്താദ് ഇരുന്ന് നിസ്കരിച്ചുകൊണ്ടിരിക്കാം. ഒരു ഉസ്താദ് ഇരുന്ന് ഇബാദത്ത് ചെയ്യാ. ഫാത്തിഹ ഓതിയപ്പോ അള്ളാഹ് വെറുതെ വിട്ടു. അപ്പൊ നിസ്കരിച്ച വെറുതെ വിടൂല്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഒരു മനുഷ്യൻ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്ന പടച്ചവനെ എന്ത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, ആദ്യം അവനെ കാര്യവാരി അടി, പിന്നെ മറ്റുള്ളതിനെ അടിച്ചാൽ മതി. ആദ്യം അവനെ വാരി അടി, പിന്നെ മറ്റുള്ളവർക്ക് കൊടുത്താൽ മതി. എന്തേ പടച്ചവനെ? അവന്റെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് അവൻ തിരുത്തി കൊടുക്കാത്തവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കണ്ണിന്റെ മുന്നിൽ തെറ്റ് നടക്കുന്നത് കണ്ടിട്ട് കണ്ണടച്ച് നടക്കുന്നവനല്ല, വാപ്പയാണെങ്കിലും തെറ്റ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുന്നവനാ യഥാർത്ഥ വിശ്വാസി. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇതേത് കിതാബിലുണ്ടെന്ന്. എങ്കിൽ ഖുർആൻ ഒരു ചരിത്രം പറയുന്നുണ്ട്. ഒരു പ്രവാചകൻ പറഞ്ഞു, ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോകരുത്, അന്നത്തെ ദിവസം ഇബാദത്ത് ചെയ്യാനുള്ള ദിവസമാ. എത്ര പറഞ്ഞിട്ടും അനുസരിക്കണില്ല. കുറെ മഹാന്മാര് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കാൻ പോയി. ഈ പ്രവാചകൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു, ഇവന്മാരെ നീ അള്ളാഹുവെ കൊരങ്ങന്മാരായിട്ട് കോലം മാറ്റിയേക്കണേ പടച്ചവനെ. ഇവനെയൊന്നും വെറുതെ വിടല്ലേ അല്ലാ, കൊരങ്ങന്മാരായിട്ട് ഇവന്മാരുടെ രൂപം മാറ്റണേ പടച്ചവനെ. ദുആ ചെയ്തു. ദുആ ചെയ്ത് കഴിഞ്ഞപ്പോ അന്ന് ഒരു വിഭാഗം ഉണ്ടായിരുന്നു, കരയിലിരുന്നവർ. കടലിൽ പോയവന്മാര് മുഴുവനും തിരിച്ചു വരുമ്പോ കൊരങ്ങന്റെ തലയുമായിട്ട് വരുന്നത് കാണാൻ ശനിയാഴ്ച ദിവസം ഇബാദത്ത് ചെയ്തവരെ മഹാന്മാരിങ്ങനെ കാത്തു നിൽക്കുക. ഇപ്പം കാണാൻ അളിയന്മാർ ഇങ്ങോട്ട് കയറി വരുന്നത് കാണാൻ ഇങ്ങനെ കാത്തു നിന്നപ്പോ ഈ പ്രവാചകൻ ദുആ ചെയ്തു, പടച്ചവനെ, ആദ്യം ഈ കരയിൽ നിൽക്കുന്നവരെ ആക്കണേ പടച്ചവനെ. കാരണം ഇവന്മാരുടെ കണ്ണിന്റെ മുന്നിൽ തെറ്റ് കണ്ടു, അവര് പോയപ്പോ ഇവര് തിരുത്തി കൊടുക്കാത്തവരാ, അതുകൊണ്ട് ഇവരുടെ കോലം മാറ്റണേ എന്ന് ദുആ ചെയ്തു എന്ന് ഹദീസ് പഠിപ്പിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാ. എന്റെ പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ല. എനിക്ക് നിങ്ങളെ ഉപദേശിക്കാൻ ഒരു അർഹതയുമില്ല. ആകെ ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഒരേ ഒരു കാര്യം. ആ ഒരൊറ്റ കാര്യം ഉപദേശിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് ഞാൻ പിരിയുകയാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ദിവസം നിസ്കരിച്ച സമയത്തല്ലാതെ ഈ വഅദിന് വരുന്നതിന് മുമ്പ് ഖുർആനിലെ 114 അധ്യായങ്ങളിൽ ഒരു സൂറത്തെങ്കിലും ഓതി വരുന്ന കൈപൊക്കി. ഇന്നത്തെ ദിവസം അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ബിൽഡിങ്ങിനൊക്കെ നല്ല ഉറപ്പല്ലേടെ? അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ആമീൻ പറ. ഇടിഞ്ഞു വീണ് കളയും. അല്ലാഹു കാക്കുമാറാകട്ടെ. നീ നിന്നെ കുറിച്ചൊന്ന് ഓർത്തു നോക്കിക്കേ. ഒരു ഇന്ന ആഴ്ത്തേനെ ഓതാൻ സമയമില്ലാതെ പോയില്ലേ വാപ്പ? ഞാൻ കളിയാക്കിയതല്ല, നിങ്ങളോട് ചോദിക്കാം, ഇത് ഇത്തിരി ഓവറല്ലേ? നിങ്ങൾക്ക് തോന്നണില്ലേ? ഖുർആനിലെ ഒരു സൂറത്ത് പോലും ഓതാൻ പറ്റാത്ത തിരക്കായി പോയില്ലേ? അള്ളാഹു നിങ്ങളുടെ തിരക്കുകളൊക്കെ മാറ്റി തരുമാറാകട്ടെ.
അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. എല്ലാം മാറും വാപ്പ. പള്ളിക്കുടി കൊണ്ട് കടത്തുമ്പോൾ എല്ലാം അങ്ങ് മാറും. എന്ത് ജീവിതമാ സഹോദരങ്ങളെ. പത്രം വായിക്കാൻ സമയമുണ്ട്, എല്ലാ കാര്യങ്ങളും നോക്കാൻ സമയമുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒന്ന് തുറന്നു നോക്കാൻ നിനക്ക് സമയമില്ലാതെ പോയി. അതും ഇന്ന് വെള്ളിയാഴ്ച രാവ്. സങ്കടമുണ്ട്. വെള്ളിയാഴ്ച രാവ് മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതേണ്ട ദിവസം, ഫാത്തിഹ ഓതി ദുആ ചെയ്യേണ്ട ദിവസം. അള്ളാഹു നമ്മുടെ മരണപ്പെട്ടവരുടെ മണ്ണറ അള്ളാഹു മണിയറയാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അതുകൊണ്ട് പിരിയുകയാ. കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എന്റെ പ്രിയമുള്ളവരെ, ഒരേ ഒരു ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ രാത്രി മുതൽ മരിക്കുവോളം എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്തെങ്കിലും ഓതുമെന്ന് തീരുമാനിക്ക്. അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ. ഉസ്താദെ, ഒരു സൂറത്തൊക്കെ വലിയ പ്രയാസവാ. വേറെന്തെങ്കിലും ചെറുത് പറ. ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ആരെങ്കിലും എല്ലാ ദിവസവും ഓതിയ അവന് സ്വർഗം നിർബന്ധമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരേ ഒരായത്ത്, ആ ഒരായത്ത് ഓതിയാ നിനക്ക് സ്വർഗം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് മുതൽ ഓതാന്ന് നിയ്യത്ത് ചെയ്യുന്നവരെന്ന് കൈവയ്ക്കുക. ഒരേ ഒരായത്ത്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ഇതിനകത്ത് ഇതിനും മനസ്സില്ലാത്തമാരിപ്പുണ്ട്, അത് മനസ്സിലാക്കണ്ടേ. ഇതിനകത്ത് ഇനി ഇതുപോലും എടാ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും ഇതുപോലും ഓതാൻ മനസ്സില്ലാത്തവന്മാരുണ്ട്. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ശൈത്താനെക്കാളും വലിയ ശൈത്താന്മാരുണ്ടെന്ന്. ഇബ്ലീസ് ഉണ്ടല്ലോ, അവനല്ല, അവനെക്കാളും വലിയ ഒരു ശൈത്താൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. ആരാന്നറിയോ? ശൈത്താനെക്കാളും വലിയ ശൈത്താൻ ആരാന്നറിയോ? അറിയില്ല. പടച്ചോനെ. എന്റെ പ്രിയമുള്ളവരെ, ഹദീസിന്റെ കിതാബിൽ കാണാൻ നരകത്തിന്റെ മുന്നിൽ ഇരുന്ന് ശൈത്താൻ വഴന്നു നടത്തും, ഒരു പ്രസംഗം നടത്തും. പ്രസംഗം നടത്തിയിട്ട് എല്ലാവരോടും പറയും, അളിയന്മാരെ കയറിക്കോ, എല്ലാം കയറിക്കോ, നരകത്തിലോട്ട് കയറാൻ എല്ലാത്തിനും ഇങ്ങനെ കയറ്റിവിടാ. അങ്ങനെ ഇരിക്കുമ്പോ പടച്ചോനെ, നമ്മുടെ അബൂജഹൽ ഇങ്ങനെ കടന്നു വരികയാ. അബൂജഹലല്ല, ഫിർഔൻ. പടച്ചോൻ ഇങ്ങനെ നടന്നു വരിക. ഫിർഔൻ ഇങ്ങനെ നടന്നു വരുമ്പോ, ഈ സ്കൂളിൽ ടീച്ചർ വരുമ്പോ കുട്ടികളൊക്കെ എഴുന്നേക്കണത് പോലെ ശൈത്താൻ ചാടി എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കും അത്രേ. അപ്പൊ ഫിർഔൻ ചോദിക്കും, നീ എന്താടാ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ്? എന്നെ കണ്ടപ്പോ നീ എഴുന്നേറ്റത് എന്തേ? അപ്പൊ ശൈത്താൻ പറയാം, അല്ല നീ ആള് വേറെയാ, നീ എന്നെ ബഹുമാനിക്കണം. അപ്പൊ ശൈത്താനോട് ചോദിക്കടാ, എന്നെയും ചതിച്ചത് നീയല്ലേ, എന്നെയും നശിപ്പിച്ചത് നീയല്ലേ, പിന്നെ എന്തേ ഞാൻ വന്നപ്പോ മാത്രം ഇത്ര പരിഗണന എന്തേ? ആ സമയത്ത് ശൈത്താൻ പറയും, നിന്നെയും നശിപ്പിച്ചത് ഞാനാ, ഈ കോടാനുകോടി നരകവാസികളെ നശിപ്പിച്ചത് ഞാൻ തന്നെയാ. പക്ഷേ ഇന്ന് വരെ ഞാൻ ആരോടും ഞാൻ അള്ളയാണെന്ന് പറഞ്ഞിട്ടില്ലടാ. നീ പറഞ്ഞു അന റബ്ബുക്കുമുൽ അഅല, നീ റബ്ബാണെന്ന് പറഞ്ഞു. അപ്പൊ എന്നെക്കാളും മഹാൻ നീയാ, നിന്നെ ബഹുമാനിക്കണം. അവന്റെ മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്തോത് അള്ളാഹു സ്വർഗം തരുമെന്ന് പറഞ്ഞിട്ട് പോലും ഓതാ മനസ്സില്ലാത്ത ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ, ഒരു ഇൻഷാ അല്ലാഹ് പറയാനുള്ള മനസ്സ് പോലും ഇല്ലാതെ പോയ അത്രയ്ക്കും ചങ്കൂറ്റമുള്ള ആരെങ്കിലും ഈ സദസ്സിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹ് നിനക്ക് തരുവടാ ഒരു പ്രതിഫലം. അള്ളാഹ് തരും. നീ കാണിച്ച ഈ അഹങ്കാരത്തിന് അള്ളാഹ് നിനക്കൊരു പ്രതിഫലം തരും. എന്തേ പ്രതിഫലം എന്നറിയുമോ? ഈ ലോകത്ത് നീ എവിടെ കിടന്ന് മരിച്ചാലും, ഈ ലോകത്ത് നീ എവിടെ കിടന്ന് ചത്തുപോയാലും, എത്ര വലിയ മഹാൻ നിന്റെ അടുക്കൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ കാണിച്ച അഹങ്കാരത്തിന് അള്ളാഹ് നിനക്ക് തരുന്ന പ്രതിഫലം, ഈ ലോകത്ത് കിടന്ന് നീ എവിടെ കിടന്ന് മരിച്ചാലും, ആര് നിന്റെ അടുക്കൽ വന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും, സാക്ഷാൽ ഈസാ നബി അലൈഹിസ്സലാം, ഇനി വരാനിരിക്കുന്ന പ്രവാചകനാ, ആ പ്രവാചകൻ നിനക്ക് പറഞ്ഞു തന്നാലും പറയാൻ നിന്റെ നാവ് പൊങ്ങത്തില്ല. ഒരായത്ത് ഞാൻ പഠിപ്പിക്കാം, ഇന്ന് മുതൽ പഠിച്ചോ, ചാകുമ്പോ ഓതാനുള്ളതാ. ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച ഇവിടെ കിട്ട അള്ളാഹു നിന്നെ നരകിപ്പിക്കില്ല. എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. ആരെയും തിരിച്ചറിയാ കഴിയില്ല. വാപ്പയെ തിരിച്ചറിയുന്നില്ല, ഉമ്മയെ തിരിച്ചറിയുന്നില്ല, മക്കളെ തിരിച്ചറിയുന്നില്ല. പടച്ചവനെ, അങ്ങനെയുള്ള ഒരവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള യുവത്വേ, മോനെ, എന്റെ പ്രിയമുള്ള പെങ്ങള്, അല്ലാഹുവിന്റെ റസൂൽ
റസൂൽ പറയുകയാ, ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുന്നവരുണ്ടല്ലോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് കബറടക്കിയവരോ, വെള്ളിയാഴ്ച ജുമഅയ്ക്ക് മുമ്പ് പള്ളിക്കകത്ത് കൊണ്ടുപോയി കബറടക്കിയവരല്ലോ, അല്ലാഹു അവന് നല്ല മരണം കൊടുത്തെന്ന് പറയുന്നവരുണ്ടല്ലോ. വാപ്പാ പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ, പെങ്ങളെ പറഞ്ഞുകൊണ്ട് നടന്നാ മതിയോ, നിനക്കും നല്ല ഒരു മരണം വേണ്ടേ, നിനക്കും ഒരു നല്ല മരണം വേണ്ടേ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയോ, എല്ലാ ദിവസവും ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു ആ മനുഷ്യന് നല്ല മരണം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരോ, ഉസ്താദേ എത്ര വലിയ തിരക്കാണെങ്കിലും പാതിരാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തിട്ട് തോതാതെ ഉറങ്ങില്ല ഉസ്താദ് എന്ന് തീരുമാനമെടുത്ത എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, സെൽഫിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരോ, സെൽഫിയെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, എവിടെയെങ്കിലും നിന്നൊരു സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ലൈക്ക് തണ്ടെന്ന ചെറുപ്പക്കാരുണ്ട്. എനിക്ക് എത്ര പേരാ ലൈക്ക് തന്നത്? ഓരോ ദിവസവും എടുത്തിട്ട് നോക്കുന്നവരുണ്ട്. എങ്കിലും ചെറുപ്പക്കാരാ, ലൈക്ക് തണ്ടെന്നത് ആർക്ക് വേണ്ടിയാമോ? ലൈക്ക് മേടിക്കണമടാ ചെറുപ്പക്കാരോ, അത് ജീവിച്ചിരിക്കുമ്പോഴല്ലോ, അത് ജീവിച്ചിരിക്കുമ്പോഴല്ലോ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ലൈക്ക് മേടിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? വെള്ള തുണിക്കകത്ത് പൊതിഞ്ഞ് നിന്റെ വീടിനകത്ത് നിന്നെ കടത്തുന്ന ദിവസമുണ്ടല്ലോ, അന്ന് 40 പേര് നിനക്ക് ലൈക്ക് അടിച്ചാ നിനക്ക് സ്വർഗമാണ് പ്രതിഫലമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, മോനെ നിനക്ക് ഓർമ്മയുണ്ടോ? മോനെ നിനക്ക് ഓർമ്മയുണ്ടോ? പടച്ചവനെ, കഴിഞ്ഞ പെരുന്നാളുണ്ടല്ലോ, ചെറിയ പെരുന്നാളിന് നമ്മൾ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയ ഒരു വാർത്തയുണ്ടായിരുന്നു. പടച്ചവനെ, ഹരിയാനയിലുള്ള 16 വയസ്സുള്ള അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും ഹൃദയത്തിൽ ചുമന്നുകൊണ്ട് നടന്ന ജുനൈദ് എന്ന് പറയുന്ന പൊന്നുമൂർ, തന്റെ ഒന്നാമത്തെ പെരുന്നാൾ ഹാഫിളായതിനു ശേഷമുള്ള പെരുന്നാളോ, ആ പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ 1500 രൂപയുമായി പടച്ചവന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ജുനൈദ് എന്ന 16 വയസ്സുള്ള ഖുർആൻ പഠിച്ച പൊന്നുമൂർ കാത്തിരുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ അല്ലാഹുവേ, പുതുവസ്ത്രങ്ങൾക്ക് പകരം പടച്ചവരെ കഫൻ തുണിയിൽ പൊതിഞ്ഞു അവന്റെ മയ്യത്ത് വീട്ടിൽ ഉമ്മയുടെയും ബാപ്പയുടെയും കൂടപ്പിറപ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവെക്കുമ്പോ നമ്മൾ ആരും ഇന്ന് വരെ ജുനൈദിനെ കണ്ടിട്ടില്ല, ജീവിതത്തിൽ ഒരിക്കൽ പോലും അവനെ കുറിച്ച് കേട്ടിട്ടില്ല, ഏത് നാട്ടുകാരനാണെന്ന് പോലും നമുക്കറിയില്ല. പക്ഷേ ജുനൈദ് എന്ന പൊന്നുമൂർ കഫൻ തുണിയിൽ പുതച്ച് കിടത്തിയിരിക്കുന്ന ഫോട്ടോയുണ്ടല്ലോ, ആരോ ഫേസ്ബുക്കിൽ എടുത്തിട്ടപ്പോ മോനെ അവന്റെ മുഖത്തെ ചിരി കണ്ടിട്ട് എന്തൊരു ചിരിയായിരുന്നടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട്, മോനെ ചിരിക്കേണ്ടത് എപ്പോഴെന്നറിയുമോ? സന്തോഷമുണ്ടാകുമ്പോഴല്ല, കോമഡി കേൾക്കുമ്പോഴല്ല, മക്കളുടെ കളി കാണുമ്പോഴല്ലോ, ജീവിതത്തിലെ മനസ്സറിഞ്ഞിട്ട് ചിരിക്കേണ്ട ഒരേ ഒരു സമയമുണ്ടോ. അതെപ്പോഴെന്നറിയുമോ? അതെപ്പോഴെന്നറിയുമോ? അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. എപ്പോഴെപ്പോഴും നിന്റെ ഉമ്മ നിന്നോട് പറയുമല്ലോ, മരണവേദനയുടെ വേദനയും എന്താണ് നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. ഉമ്മ എപ്പോഴും പറയുമല്ലോ, പടച്ചവനെ റബ്ബേ, ഉമ്മയോട് തിരിച്ചു ചോദിക്കണം ചെറുപ്പക്കാരോ, എത്ര വേദന സഹിച്ച ഉമ്മയാണെങ്കിലും നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ നിന്റെ ഉമ്മ വല്ലാതെ ചിരിച്ചു മോനെ.
ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടന്ന നിന്റെ വാപ്പ, ആ വാപ്പയുടെ മുന്നിൽ നേഴ്സ് നിന്നെ കൊണ്ടുവന്നിട്ട് ഇതാണ് മകനെന്ന് കാണിച്ചു കൊടുത്തപ്പോ അതുവരെ കരഞ്ഞ വാപ്പയുണ്ടല്ലോ, നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചടാ പൊന്നുപോര്. അപ്പോഴും നീ കരയുകയായിരുന്നടാ. ഞാനും നിങ്ങൾ കരഞ്ഞപ്പോ പെറ്റ ഉമ്മ പാല് തന്നപ്പോഴും ചിരിച്ചുകൊണ്ടാ തന്നത്, വാപ്പയും ചിരിച്ചുകൊണ്ടാ നമ്മളെ എടുത്തത്. അതുകൊണ്ട് മോനെ കവി പറയുകയോ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പകരം വീട്ടണേ മോനെ. എന്നിട്ട് കവി പറയുകയാ, എങ്ങനെയാ പകരം വീട്ടേണ്ടത്? വജ്ഹദിൽ നഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. ഈ വയത് പറയുന്ന സിറാജങ്ങാട് ഇന്ന് ഈ നിൽപ്പിലങ്ങ് വീണ് മരിച്ചു പോയാ ആരെങ്കിലും എന്നെയൊന്ന് കൊണ്ടുപോകുമല്ലോ. എന്നെ കാത്തിരിക്കുന്ന എന്റെ വീട്ടിലേക്ക് ഒരു ആംബുലൻസിനകത്തെടുത്തിട്ട് വെള്ളത്തുടിയിൽ പൊതിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോവുകയാ. എന്തൊരു തിരക്കെന്നറിയുവോ, നാളെ എന്റെ വീട്ടിൽ എന്തൊരു ജനസാഗരമെന്നറിയോ. അല്ലാഹുവേ, കരച്ചലിന്റെ ശബ്ദമാ. എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ മുന്നിലിരുന്ന് കരയുകയാ. എന്റെ പൊന്നുമോൻ എന്റെ മയ്യത്തിന്റെ മുന്നിലിരുന്ന് വാപ്പാ എന്ന് വിളിച്ച് കരയുകയാ. എന്റെ കൂടപ്പിറപ്പ് കരയുകയാ. എന്റെ കൂട്ടുകാര് കരയുകയാ. ഏറ്റവും കൂടുതൽ കരയുന്നതാരെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നെ. മോനെ സിറാജ്, എനിക്ക് മുമ്പേ പോയല്ലോടാ, എനിക്ക് മുമ്പേ പോയല്ലോടാ. എന്റെ ഖബറിന്റെ ചാരത്ത് നിന്ന് ദുആ ചെയ്യേണ്ടവനായിരുന്നല്ലോ. ഇന്ന് നിനക്ക് വേണ്ടി ദുആ ചെയ്യേണ്ട ഒരു ഗതി എനിക്ക് അല്ലാഹു തന്നല്ലോ. മോനെ, ഇനി എന്നാടാ കാണുന്നത്? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ചിരിക്കണ്ടതന്നാടാ. നിന്നെ കാണാൻ വരുമടോ. കരുനാഗപ്പള്ളിയിലെ നിന്നെ ഏറ്റവും വലിയ ശത്രുവും നിന്നെ കാണാൻ വരും മോന്. നിന്നെ കളിയാക്കിയവനും പരിഹസിച്ചവനും നാണം കെടുത്തിയവനും ഇല്ലാത്തത് പറഞ്ഞിട്ട് നിന്നെ പടച്ചവനെ തേജോവധം ചെയ്തവനും നിന്നെ കാണാൻ വരുമടോ. വീടിന്റെ വെളിയിലെ മയ്യത്ത് കാണാൻ നിരന്നു നിൽക്കുമ്പോ ആ വരിയിൽ നിന്നിട്ടും നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് നിന്റെ മുഖത്ത് കിടക്കുന്ന വെള്ളത്തുണിയുണ്ടല്ലോ, നിന്നെ പുതച്ച് കിടത്തിയിരിക്കുന്നു. നിന്റെ മുഖത്ത് നിന്ന് വെള്ളത്തുണി അങ്ങോട്ട് ഉയർത്തുമ്പോ നിന്റെ ശത്രു പോലും പറയണമല്ലോ, എന്തൊരു ചിരിയാല്ലോ, ഇവന്റെ മുഖത്ത് എന്തൊരു പ്രകാശമാല്ലോ. എനിക്കും തരണേ അല്ലോ, ഇതുപോലെ ഒരു മരണം എനിക്കും തരണേ അല്ലോ. നിന്റെ ശത്രു പോലും നിന്റെ മുഖത്ത് നോക്കിയിട്ട് ദുആ ചെയ്യണമടോ. ഈ പാതിരാത്രി അല്ലാഹുവിന്റെ ഖുർആൻ ഓതുമെന്ന് തീരുമാനമെടുത്ത യുവത്വേ, മോനെ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കാറുള്ള ഭാഗ്യവാ. നിന്റെ മയ്യത്ത് കണ്ടിട്ട് ഇറങ്ങി പോകുന്നവര് മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം, മരിച്ചാൽ ഇവനെ പോലെ മരിക്കണം. പോകുന്നവരെ മുഴുവനും പറഞ്ഞുകൊണ്ട് പോകുന്ന രീതിയിലുള്ള ഒരു മരണം വേടോ. ഖുർആനോദിയാ കിട്ടുന്ന മൂന്നാമത്തെ പ്രതിഫലമോ. എന്നാല് സ്വാഗതം പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമോ. സ്റ്റേജിൽ കയറ്റിയിരുത്തിയിട്ട് ഇവന് വലിയവനാണെന്ന് പറയുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമോ. പക്ഷേ അതല്ലടാ കേൾക്കേണ്ടത്. സ്വാഗതം പറയുന്നത് കേൾക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? സ്വാഗതം പറയുന്നത് കേൾക്കേണ്ടത് എപ്പോഴെന്നറിയുവോ? മോനെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുമ്പോ മഹാനായ ജാബിർ പറയുകയോ, സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണവേദന സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കിടക്കുമ്പോ കണ്ണ് നിറയുമ്പോ മനക്കുൽ മൗത്ത് പറയണം മോര്. അതാ നിന്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളുണ്ടല്ലോ, കരയുന്ന നിന്നോട് ചോദിക്കുകയാ, നിന്നോട് ചോദിക്കുകയാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മയിന്ന ഇർജിഇ ഇലാ
റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അതാ മലക്ക് പറയുന്നു, കരയില്ലേ, നോക്കടാ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ട് മലക്കുകൾ നിരന്ന് നിരന്ന് നിൽക്കുന്നത് കണ്ടോ? എന്തിനെന്നറിയുവോ? നിന്നെ സ്വീകരിക്കാരോ, നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാരോ. അതുകൊണ്ട് ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹുവേ, മലക്കുകൾ സ്വാഗതം പറയുകയോ. അഞ്ചാമത്തെ പ്രതിഫലം കേൾക്കടോ. ഒരേ ഒരായത്തിന്റെ പ്രതിഫലമാ പറയുന്നത്. നീ സദസ്സിലുണ്ടാകുമല്ലോ. ഈ നാട്ടിലെ ഖബർ വെട്ടുന്നവനെ നിനക്കറിയാമല്ലോ. ചോദിക്കടാ പൊന്നുമോന്, ചോദിക്ക് ചെറുപ്പക്കാരാ, ചോദിക്കുവാപ്പോ. ആരെയെങ്കിലും ഖബറടക്കാ കുഴിവെട്ടിയപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? മണ്ണിന് സുഗന്ധമുണ്ടായിട്ടുണ്ടോ? മണ്ണിന് സുഗന്ധമുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നവന് നിനക്ക് ഖബർ വെട്ടുമ്പോ മണ്ണിന് പോലും സുഗന്ധമാ. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയാണ് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. 30ാമത്തെ വയസ്സിലാ മുസ്ലിമായത്. 36ാമത്തെ വയസ്സിൽ വഫാത്തായി. 6 കൊല്ലം മുസ്ലിമായി ജീവിച്ച ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ മലിക്കുൽ ജബ്ബാറായ പടച്ചറപ്പിന്റെ സിംഹാസനം പോലെ കുലുങ്ങിപ്പോയി പോര്. ആ മനുഷ്യൻ മരിച്ചപ്പോഴാടാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിപ്പോയത്. എല്ലാരും കരഞ്ഞ ദിവസമാ. അന്ന് മുഖത്ത് വല്ലാത്ത പുഞ്ചിരിയോ. ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ സഹാബത്ത് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ, ചുമക്കുന്നത് മലക്കുകളോ സഹാബാ, നടക്കാ സ്ഥലമില്ല സഹാബാ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നിരിക്കുകയോ. തള്ളവരള് കുത്തിയെട്ടാ നടക്കുന്നത്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, ഖബർ കുടിക്കുന്ന മനുഷ്യൻ നോക്കുമ്പോ മണ്ണിന് വല്ലാത്ത സുഗന്ധമാ. ആരും കാണാതെ ഖബർ കുടിക്കുന്ന മനുഷ്യൻ ഒരു പിടി മണ്ണ് വാരി മടിയിൽ വെച്ചു. വീട്ടിൽ ചെന്ന് നോക്കുമ്പോ കസ്തൂരി ആയിരിക്കുകയാ. ആ മനുഷ്യന് സഅദ് തങ്ങളെ സ്വപ്നം കണ്ടു. അവിടെ നിന്ന് ചോദിച്ചു, സഅദ്, എങ്ങനെ കിട്ടി സഅദ്? ഈ പ്രതിഫലം എങ്ങനെ കിട്ടി സഅദ്? സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഖബർ കുടിച്ച മനുഷ്യനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെ, ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമോ എന്ന് പറഞ്ഞു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ളവര്, ഒരു നല്ല മരണം കൊതിക്കാത്ത ആരുമില്ലല്ലോ. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവാണല്ലോ. എത്രയോ ഒരു പനിവില്ല, ഒരു തലവേദന പോലുമില്ല. പടച്ചവനെ, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടവരാ, എത്രയോ ചെറുപ്പക്കാരെ കൊണ്ടുപോയി കബറടക്കിയവരാ. പ്രായമുള്ള ഉമ്മ, നിനക്ക് വയസ്സ് 60 50 15 17 വയസ്സുള്ള പൊന്നുമോൾ, പടച്ചവന് എത്ര പെട്ടെന്നാ പോകുന്നത്, എത്ര പെട്ടെന്നാ പോകുന്നത്. ഇന്നലെയും ഒരു ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു, ദുആ ചെയ്യടേ ഉസ്താദ്, 8 വയസ്സുള്ള എന്റെ പൊന്നുമോൾ പനി പിടിച്ചതാണ്, പോയി ഉസ്താദ്. ഒരു പനി വന്നപ്പോ 8 വയസ്സുള്ള പൊന്നുമോൾ പെട്ടെന്നങ്ങ് പോയപ്പോ ആർക്കാ താങ്ങാ കഴിയോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, സമയം കുറവാ, ആയുസ് കുറവാ, ഓരോ ദിവസവും മരണത്തിലേക്ക് അടുക്കുന്നവരാ. അതുകൊണ്ട് നിന്റെ അവസാന യാത്ര നീ നന്നാക്കണേ.
നിന്റെ അവസാനം നന്നാക്കണേ, ആഖിബത്ത് നന്നാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ അവസാനം നന്നാക്കി തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളുടെ മരണ ദിവസം ഇതുപോലെ ഒരു വെള്ളിയാഴ്ച രാവാക്കണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ റബ്ബേ. അല്ലാഹു നമുക്കൊരു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സംഘാടകർ ബക്കറ്റ് എടുക്കുകയാണ്. ബക്കറ്റില്ലേ? പെട്ടെന്ന് എടുത്തോ. എല്ലാവരുടെ മുന്നിലേക്കും ബക്കറ്റുമായിട്ട് വരുന്നു. നിങ്ങളുടെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഒരു സദക്ക എടുക്കണം. എന്നിട്ട് മനസ്സിൽ കരുതണം, അല്ലാ ഇത് മരിക്കുന്ന സമയത്ത് എനിക്ക് കാണാനുള്ളതാണ്. ഈ കൊടുക്കുന്ന സദക്കയുടെ പ്രതിഫലം മരിക്കുന്ന സമയത്ത് നീ എനിക്ക് കാണിച്ചു തരണമല്ല എന്ന ഒരൊറ്റ നിയ്യത്തോടെ ഒരു നല്ല സദക്ക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ഒരു നല്ല സദക്ക മനസ്സറിഞ്ഞിട്ടോ. നാളെ ഷമീർ ദാരിമി വഅദ് പറയാൻ വരും. കേൾക്കാൻ നിങ്ങളിൽ പലരും ഉണ്ടാവില്ല. നാളെ സമീർ ദാരിമി വഅദ് പറയും, പക്ഷേ കേൾക്കാൻ നിങ്ങളിൽ പലരും ഉണ്ടാവില്ല. പള്ളിക്കാട്ടി കടന്ന് കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു നല്ലത് ചെയ്തിട്ട് പിരിഞ്ഞോ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇത്തിരി വെള്ളം ഒഴിച്ചാൽ ആരുമില്ല. ആരെങ്കിലും അമീനെ ഇത്തിരി വെള്ളം ഒഴിച്ചേ. മലക്കൾ മാത്രമേ സ്റ്റേജിൽ ഇരിപ്പുള്ളൂ. ഞാനും പെട്ടെന്ന് അല്ലാഹു കബൂലാക്കുമാർ. ഞാൻ നിർത്തുകയാ. ഒരൊറ്റ ദിക്ർ പറഞ്ഞു പിരിയാൻ. ഒരു ദിക്ർ, ഇന്ന് രാത്രി മരിച്ച സ്വർഗം കിട്ടുന്ന ദിക്ർ ഇൻഷാ അല്ലാഹ്. പെട്ടെന്നിട്ടോ. ഇന്നും കൂടെ ഉള്ളൂ. നാളെ ജുമയ്ക്ക് മുമ്പ് കൊണ്ടുവെക്കാനുള്ളതാ. ഒരു നല്ലത് ചെയ്തിട്ട് പിരി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ.